ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LRU ക്യാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്തായിരുന്നു. അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് ക്യാഷ് ക്രിയേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ നേരിട്ട് പ്രോഗ്രാമിലോട്ട് സ്വാഗതം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ഫങ്ഷൻ ടൂൾസ് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഒരു ഡെക്കറേറ്റർ LRU ക്യാഷ് ഡെക്കറേറ്റർ നമുക്ക് ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ പറയേണ്ടത് ഫങ്ഷൻ ടൂൾസ് ഡോട്ട് LRU ക്യാഷ്. ഇവിടെ നമുക്ക് മാക്സിമം സൈസ് പറയാം. മാക്സ് സൈസ് ഈക്വൽ നൺ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് മാക്സിമം സൈസ് സ്പെസിഫൈ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് 10 നമ്പേഴ്സ് എന്ന് പറയുന്നത് നംസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് കൊടുത്ത് അതിനകത്ത് 10 നമ്പർ പ്രിന്റ് ചെയ്യുന്നു. ഫോർ I in range 1,10 പ്രിന്റ് I ഇത്രയുമേ പറയുന്നുള്ളൂ. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് LRU ക്യാഷ് ഇൻഫോ നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം ഫംഗ്ഷൻ കോൾ ചെയ്യാം കുറച്ച് പ്രാവശ്യം. ക്യാഷ് ക്രിയേറ്റ് ആകുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നു. ഫസ്റ്റ് 10 നമ്പേഴ്സ് കുറെ പ്രാവശ്യം നമ്മളത് കോൾ ചെയ്യുന്നു. ഇനി നമുക്കതൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ക്യാഷ് ഇൻഫോ ഒന്ന് പ്രിന്റ് ചെയ്യാം. അത് ഫംഗ്ഷന്റെ പേര് ആദ്യം സ്പെസിഫൈ ചെയ്യുക. ഫസ്റ്റ് 10 നമ്പേഴ്സ് ഡോട്ട് ക്യാഷ് ഇൻഫോ പറയുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം ഹിറ്റ്സ് 4, മിസ്സസ് 1, അതിന് മാക്സിമം സൈസ് ഇല്ല. അപ്പോൾ കറണ്ട് സൈസ് 1. നമുക്കിനി ഒന്ന് ക്ലിയർ ചെയ്യാം. ഈ ക്യാഷ് ഒന്ന് ക്ലിയർ ചെയ്യാം. അതിന് നമ്മൾ പറയേണ്ടത് സെയിം തന്നെ ഫംഗ്ഷന്റെ പേര് ഡോട്ട് ക്യാഷ് ക്ലിയർ _ ക്ലിയർ. ഇതിന് ശേഷം ഈ ഫംഗ്ഷൻ വീണ്ടും നമുക്കൊന്ന് കോൾ ചെയ്യാം ക്ലിയർ ചെയ്ത ശേഷം. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഹിറ്റ്സ് 4, മിസ്സസ് 1 അങ്ങനെ കണ്ടു. അതിന്റെ ശേഷം ക്യാഷ് ക്ലിയർ ചെയ്ത ശേഷം നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഹിറ്റ്സ് 0, മിസ്സസ് 0. അപ്പൊ അത് എംറ്റി ആക്കി കഴിഞ്ഞു. സോ ഇതെങ്ങനെയാണ് ക്യാഷ് നമ്മൾ ഒരു ഫംഗ്ഷനിൽ നമ്മളിത് LRU ക്യാഷ് അപ്ലൈ ചെയ്ത ശേഷം അത് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.